നമ്മൾ കുറേ ആക്ഷൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതും ഒരു ആക്ഷൻ സിനിമ തന്നെയാണ്. പിന്നെ അറിയാലോ, ആക്ഷൻ സിനിമയിൽ അടി ഉണ്ടാകാനായിട്ട് എന്തെങ്കിലും തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും. പിന്നെ അങ്ങോട്ട് മുഴുവൻ ഫൈറ്റ് ആയിരിക്കും. അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ വൺ ലൈൻ പറയാതെയാണ് നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നത്. ഇതിൻ്റെ വൺ ലൈൻ പറഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലേലും സിനിമ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തോന്നണ്ടേ. നമുക്കറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ പിന്നെ സിനിമ കാണുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ വലിയ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ വൺ ലൈൻ പറയാതെയാണ് ഇന്ന് സിനിമ പറയാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2023 റിലീസ് ചെയ്ത മേ ഹിം എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഫ്രാൻസിലെ ഒരു ജയിലിലെ ജിമ്മാണ് കാണിക്കുന്നത്. നല്ല സൗകര്യമൊക്കെ കൊടുക്കുന്ന ജയിലാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ജിമ്മൊക്കെ ഉണ്ട്. അവിടെ അടിയും ഇടിയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോ. എന്നാൽ പെട്ടെന്നാണ് തൊട്ട് പിന്നിൽ നിൽക്കുന്ന രണ്ടുപേര് എന്തോ ഒരു കാരണത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കുക. ഒരാൾക്ക് ഡംബൽസ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് അടി ഉണ്ടാക്കുന്നത് തോന്നുന്നു. ഇത് കാണുന്ന ഹീറോക്ക് അവർക്കിട്ട് രണ്ടെണ്ണം പെരുക്കാനായി തോന്നുന്നുണ്ടെങ്കിലും കൂടെയുള്ളയാൾ ഹീറോയോട് കണ്ണുകൊണ്ട് കാണിക്കും, ഒന്നും ചെയ്യല്ലേ, ഇത് ജയിലാണ്, കൂടുതൽ കാലം ഇവിടെ തന്നെ കിടക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ കാണിക്കുന്ന നേരം ഹീറോ ഒന്നും ചെയ്യില്ല. നമ്മുടെ ആള് ഇപ്പൊ എന്തിന്റെ പേരിലാണ് ജയിലിലേക്ക് വന്നതെന്ന് വെച്ചാൽ, ഈ നാട്ടില് വലിയ റൗഡി ഉണ്ട്, അങ്ങേരുടെ പേരാണ് ഫർഹത്ത്. ഇത്രയും കാലം അങ്ങേരുടെ കീഴിലാണ് ഹീറോ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുടെ പേരിൽ പല തവണയായിട്ട് ഹീറോ ജയിലിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും അതൊന്ന് അവസാനിപ്പിക്കണം എന്നാണ് ഹീറോ വിചാരിക്കുന്നത്. സാം എന്നാണ് ഹീറോയുടെ പേര്. മുഴുവനായിട്ടുള്ള പേര് സമീർ. എന്തായാലും കുറച്ചു കാലം ജയിലിൽ നിന്നേ പറ്റൂ. ഹീറോയെ അറിയാവുന്ന ആളുകളെല്ലാം നമ്മുടെ ആളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ജയിലിൽ വെച്ചും അടി ഇടിയൊന്നും ഉണ്ടാക്കല്ലേ, നിനക്ക് നീ മാത്രമേ ഉള്ളൂ, ആരും നിന്റെ കാര്യം നോക്കില്ല, നീ മാത്രം നിന്റെ കാര്യം നോക്കാനുണ്ട്, അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഹീറോ ജയിലിൽ നല്ലൊരു കുട്ടിയായിട്ടാണ് ജീവിക്കുക. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഹീറോക്ക് പരോള് കിട്ടി. പുറത്തേക്ക് ഇറങ്ങാൻ നേരം കൂടിയുള്ള പോലീസുകാരനും പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ എല്ലാം ഒന്ന് അവസാനിപ്പിക്കേ, മതിയാക്ക്. അതെല്ലാം കേട്ടോണ്ടാണ് ഹീറോ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് ആ റൗഡിയില്ലേ ഫർഹത്ത്, അവന്റെ ആളുകൾ ഹീറോയുടെ അടുത്തേക്ക് വന്ന്, വാ വീണ്ടും വാ, നമുക്കൊരു പരിപാടി ഉണ്ടെന്ന് പറയാം. എന്നാൽ സാം അതൊന്നും മെയിൻറ്റ് ചെയ്യുന്നില്ല. അവർ വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നിനും താല്പര്യമില്ലെന്ന് പറഞ്ഞ് മുന്നിലേക്ക് നടക്കുക. എന്നാൽ അവർ പറയും, നീ ഫർഹത്തിനോടാണ് കളിയുന്നത്, അവൻ നിന്നെ കൊന്നില്ലെങ്കിൽ അത് നിന്റെ ഭാഗ്യം മാത്രം നീ വിചാരിച്ചാൽ മതി. അങ്ങനെ ഹീറോ നേരെ നടന്നു ചെല്ലുന്നത് ഹീറോയുടെ വക്കീലിന്റെ അടുത്തേക്കാ. വക്കീലിനും ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാം അവസാനിപ്പിച്ച് നല്ലപോലെ ജീവിക്കാനാണ് പറയാ. ഇനിയും മയക്കുമരുന്നിന്റെയൊക്കെ പേരിൽ നീ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ നിന്നെ പുറത്തിറക്കാനായിട്ട് പറ്റില്ല. കൂടെ തന്നെ നന്നായി ജീവിക്കാനായി ഹീറോക്ക് ഒരു ജോലി കൂടെ വക്കീൽ ശരിയായി കൊടുക്കുന്നുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി എടുക്കാനുള്ള അവസരമാണ് കൊടുക്കുക. ഇനി നന്നാവാനായി എന്തെങ്കിലും തീരുമാനം ഉണ്ടേ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കും. എന്തായാലും ഹീറോ ജോലി ചെയ്യാനായി ചെല്ലുന്ന സ്ഥലത്ത് നല്ലപോലെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ജോലി കുറച്ച് അപകടം പിടിച്ച പണിയാണ്. ഹീറോ ചെന്ന അന്ന് തന്നെ ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ തലയിലേക്ക് അവർ വെച്ചിരുന്ന ടൂൾസ് എല്ലാം മറിഞ്ഞു വീഴും. എന്നാൽ ഡോക്ടറെ ചെന്ന് അവർ കാണിച്ചിട്ടുണ്ടെങ്കിലും അവന് കൂടുതൽ പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ വീണ്ടും വന്ന് ജോലി ചെയ്യാണ്. നീ എന്തിനാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന നേരം അവനൊന്ന് ചിരിച്ചു കാണിക്കും. നമ്മുടെ പലരുടെ അച്ഛന്മാർ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും നമ്മുടെ വീട് നോക്കുന്നത്. എന്തായാലും ഹീറോ ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരം അവരുടെ കോൺട്രാക്ടർ ഇല്ലേ, അവർ ഹീറോയെ കണ്ടു പറയും, നിന്റെ ജോലി എനിക്ക് എന്തായാലും ഇഷ്ടമായി, നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം പറ, ഞാൻ നിനക്ക് കുറച്ച് കോൺട്രാക്ട് തരാം, നീ അതെനിക്ക് ചെയ്തു തന്നാൽ മതി. അങ്ങനെ അതിനും സമ്മതം മൂളി ഹീറോ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കാണ് ആ ഫർഹത്ത് റൗഡി ഇല്ലേ, അവന്റെ ആളുകൾ വീണ്ടും ഹീറോയുടെ അടുത്ത് വന്ന്, നിനക്കെന്താടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചെവിയും കേൾക്കുന്നില്ലേ, സംസാരിച്ചിട്ട് നീ എന്തോന്നും മറുപടി പറയാത്തെ. എന്നാൽ ഹീറോക്കറിയാം അവരിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ആൾക്കിട്ട് പണിയാനാണ്. അത് മനസ്സിലാവുന്ന അപ്പം തന്നെ ഒരു ഒറ്റ ഓട്ടാ. തൊട്ടു പിന്നാലെ തന്നെ അവരും വരുന്നുണ്ടെങ്കിലും ഹീറോ ഓടിച്ചെല്ലുന്നത് മറ്റൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണ്. അവിടെ ചെന്ന് നോക്കുന്ന നേരം രക്ഷപ്പെടാനായി ഒരു വഴിയും കാണുന്നില്ല. കാണുന്ന വഴി കൂടെ എല്ലാം ഹീറോ ഓടുക. വേറൊരു വഴിയില്ലാതെ അവിടെ ജോലി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന് മേലേക്കാണ് ഹീറോ ചെന്ന് കയറുക. ഹീറോയെ തെരഞ്ഞു പോകുന്നവരാണെങ്കിൽ താഴെ കൂടെ അതിലെ ഇതിലെയൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മുടെ ആളങ്ങനെ മേലെ എത്തി പോകുന്ന വഴിയിലാണ് പെട്ടെന്ന് തലക്കിട്ട് ഒരു അടി കിട്ടുക. ആ അടിയാണെങ്കിൽ തലയുടെ കേന്ദ്രമല്ല മർമ്മഭാഗത്ത് തന്നെ കൊണ്ടതുകൊണ്ട് നമ്മുടെ ആൾ താഴെ വീഴും. എന്നാലും ഇത്രയൊക്കെ ആരോഗ്യമുള്ള മനുഷ്യൻ അങ്ങനെ വീണെടുക്കുന്നത് ശരിയാവില്ലല്ലോ. അവനെ തിരിച്ചടിക്കാൻ തുടങ്ങും. എന്നാൽ അതിന്റെ ഇടയിലെല്ലാം അവൻ ഹീറോയുടെ തലയുടെ മുറിവിൽ നോക്കിയാണ് ഇടിക്കുന്നത്. അവസാനം താഴെ വീഴുന്ന ഹീറോ അവനിട്ട് ഒരൊറ്റ ചവിട്ട. ആ ചവിട്ട് കൊള്ളുന്ന അവൻ ബിൽഡിങ്ങിന് പുറത്തേക്കാണ് പോകുന്നത്. ഹീറോ ഇത് പ്രതീക്ഷിച്ചില്ല. അവനാണെ താഴെ വീണ് അടിച്ചു വീണ് അവന്റെ തല പൊട്ടി മരിക്കും. ഇപ്പോഴൊന്ന് ചുരുക്കി പറഞ്ഞ ഹീറോ ഫർഹത്തിന്റെ ആൾക്കിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഫ്രാൻസിൽ നിന്നാ ഒരിക്കലും കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ. അങ്ങനെ ഇപ്പൊ 5 വർഷങ്ങൾക്ക് ശേഷം തായ്ലാന്റിലെ വെള്ളത്തിന് മേലെയുള്ള ഒരു വീടാണ് കാണിക്കുന്നത്. ആ വീട്ടിലുണ്ട് ഹീറോ. രാവിലെ തന്നെ മീൻ പിടിക്കാനായി പോവാണ്. 5 കൊല്ലങ്ങൾക്ക് മുന്നേ ഫ്രാൻസിൽ വെച്ചാണല്ലോ ഹീറോ ഒരാളെ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നാടി വിട്ട് എങ്ങനെയും രക്ഷപ്പെട്ട് സമാധാനമായി ജീവിക്കാനായി തായ്ലൻഡിലേക്ക് വന്നതാണ്. രാവിലെയുള്ള മീൻപിടുത്തം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മകൾ ഓടി വരുന്നത്. അതായത് സാമിനിപ്പോൾ ഒരു
കുടുംബമുണ്ട്. മകളച്ഛനെ കെട്ടിപ്പിടിച്ച് ഇന്ന് നിങ്ങൾ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്ന നേരം നീ എനിക്കൊരു ചുംബനം തന്നാ സ്കൂളിലേക്ക് കൊണ്ടുപോകാന്ന് പറയും. അങ്ങനെ മകള് ഒരു ചുംബനല്ല 3-4 ചുംബനം കൊടുക്കും. സാം അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവൾക്ക് വലിയ സന്തോഷമാണ്. തൊട്ടു പിന്നാലെ തന്നെ ഭാര്യയും വന്ന് നമ്മുടെ ആളെ കെട്ടിപ്പിടിക്കും. അവളിപ്പോൾ ഗർഭിണി കൂടെയാണ്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോവാണ്. കൂടെ തന്നെ ഭാര്യയും വരുന്നുണ്ട്. അങ്ങനെ മകളെ സ്കൂളിൽ ഇറക്കി പോകാൻ നേരം വീണ്ടും മകളെ കെട്ടിപ്പിടിച്ചാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുക. ഭാര്യയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഇറക്കി കൊടുത്ത് ഹീറോ നേരെ ചെല്ലുന്നത് എയർപോർട്ടിലേക്കാണ്. സാമിന് മീൻ പിടിക്കുന്ന ജോലി മാത്രമല്ല, എയർപോർട്ടിലേക്ക് വരുന്ന വിദേശികളില്ലേ അവരടുത്തുള്ള ഹോട്ടലിലൊക്കെ എത്തിക്കുന്ന ജോലിയാണ് ഹീറോക്ക്. ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളായതുകൊണ്ട് തന്നെ വിദേശികളോട് സംസാരിക്കാൻ ഇംഗ്ലീഷൊക്കെ ഹീറോക്ക് അറിയാം. പക്ഷെ ഈ നാടിന്റെ പൗരത്വമല്ലാന്നേ ഉള്ളൂ ഈ നാട്ടിലാണ് ഹീറോ ജോലി ചെയ്യുന്നതെല്ലാം. ഇതേ സമയം ഭാര്യ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലെ മുതലാളി അവളുടെ അടുത്തേക്ക് വരുന്നേരം തന്നെ അങ്ങേര് ആകെ കൂടെ വെള്ളം അടിച്ച് ബോധം പോയിരിക്കുന്ന അവസ്ഥയിലാണ്. അങ്ങേര് അവളോട് ചോദിക്കും, ഇന്ന് വൈകുന്നേരം നിന്റെ കെട്ടിയവന്റെ ഫൈറ്റ് ഉണ്ട്, അത് കാണാനായി ബെറ്റ് വെക്കാനായി നീ വരുന്നുണ്ടോ? നമ്മുടെ ഹീറോ ആണെങ്കിൽ എയർപോർട്ടിൽ ജോലിക്ക് പോകുന്നത് നമ്മൾ കണ്ടില്ലേ, അത് കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് ആളുകൾക്ക് ബെറ്റ് വെക്കാനുള്ള അടിയുടെ മത്സരത്തിനെല്ലാം ചേരുന്നതാണ്. എന്തായാലും ഭാര്യയോട് നീ കാണാൻ പോകുന്നില്ല എന്ന് ചോദിക്കുന്ന നേരം ഇല്ല, മകളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനുണ്ട്, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്നത് വൈകുന്നേരത്തെ ബെറ്റിംഗ് ഫൈറ്റ് ആണ്. അതിപ്പോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ റൂമിൽ ചെന്ന് ഡ്രസ്സെല്ലാം മാറി എണ്ണയെല്ലാം തേച്ച് അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. ഹീറോക്ക് ഈ മസാജ് എല്ലാം ചെയ്തു കൊടുക്കുന്നയാളാണ് ഹീറോയുടെ ആശാൻ. അങ്ങേരാണ് ഇപ്പോൾ ഹീറോയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും അടവുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതെല്ലാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് അടി തുടങ്ങി. എതിരെ നിൽക്കുന്നവൻ തുടക്കത്തിൽ തന്നെ ഹീറോ കിട്ടൊരു ഒറ്റ ചവിട്ടാ. ആ ചവിട്ട് കിട്ടിയാലും അതിന്റെ പ്രഷറിൽ അവനെ ഇടിച്ച് പഞ്ചറാക്കാനൊന്നും ഹീറോ ചെല്ലുന്നില്ല. സാം എപ്പോഴും മുന്നിൽ നിൽക്കുന്നയാളെ ഒരു എതിരാളിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു ശത്രുവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അടിച്ചാലും ഇടിച്ചാലും പെട്ടെന്നൊന്നും ഇടിക്കാനായി പോവില്ല. മെല്ലെ മെല്ലെ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചവനെ എങ്ങനെ തള്ളിയിടും. അങ്ങനെ ആദ്യത്തെ റൗണ്ട് ഹീറോ ജയിച്ചു. അതുകൊണ്ട് തന്നെ ഹീറോയുടെ ഭാര്യയുടെ മുതലാളിയില്ലേ അങ്ങേര് ഹീറോയുടെ പേരിലായിരുന്നു ബെറ്റ് വെച്ചിരുന്നത്. അങ്ങേർക്ക് ഇപ്പൊ ഇഷ്ടം പോലെ കാശ് കിട്ടി. അങ്ങനെ ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത റൗണ്ട് കൂടെ തുടങ്ങി. ആ റൗണ്ടിലാണേല് കുറച്ച് ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് അടിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ അവനെ വളരെ എളുപ്പത്തിലാണ് ഹീറോ അടിക്കുന്നത്. എന്നാൽ അവൻ അടിച്ചു കൂട്ടുന്നത് കാണുന്ന നേരം ഈ പരിപാടി നടത്തിപ്പുകാരനും കൂടെ തന്നെ മുതലാളിയും ചെറുതായിട്ടൊന്ന് ഭയക്കും. അവര് രണ്ടുപേരും ഹീറോയുടെ മുഖത്തേക്ക് നോക്കും. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത് ഹീറോ മുഖത്ത് വെച്ചിരുന്ന കൈകൊണ്ട് വെച്ചിരുന്ന ഗാർഡ് മെല്ലെ മുഖത്തിൽ നിന്ന് മാറ്റി കൊടുക്കും. പെട്ടെന്നാണ് തൊട്ടു മുന്നിൽ നിൽക്കുന്നവൻ ഒരൊറ്റ ഇടുക്കി ഹീറോയെ താഴെ ഇടുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ കളി ഹീറോ ജയിച്ചതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കളിയിൽ ഹീറോയുടെ പേരിലായിരിക്കും എല്ലാവരും ബെറ്റ് വെച്ചിരിക്കുക. എന്നാൽ ഈ നടത്തിപ്പുകാരും ഹീറോയുമായി ചെറിയൊരു കരാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹീറോയുടെ പേരിൽ ബെറ്റ് വെച്ചോണ്ട് തന്നെ ഈ കളിയിൽ ഹീറോ തോറ്റു കൊടുക്കും. അങ്ങനെ വന്നാൽ നടത്തിപ്പുകാർക്ക് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഹീറോ ഡ്രസ്സിംഗ് റൂമിൽ എത്തുന്ന നേരം മുറിവിനെല്ലാം മരുന്ന് വെച്ച് കൊടുക്കുന്ന ആശാനാണ്. ആശാൻ അറിയാം ഹീറോ ഇതുപോലെ കാശിന് വേണ്ടിയാണ് തോറ്റു കൊടുക്കുന്നതെന്ന്. പക്ഷെ അങ്ങേർക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോഴാണ് നടത്തിപ്പുകാരൻ വന്ന് നീ എന്റെ മാനം കാത്തല്ലോടാന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ കാശ് ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ആശാൻ പറയും, ഈ പരിപാടി തന്നെ എനിക്കിഷ്ടമല്ല, നീ ഒത്തു കളിക്കുന്നുണ്ട് അത് പോട്ടെ നോക്കാം, പക്ഷെ ഇവന്റെ മുഖത്തിട്ടടിക്കാനുള്ള അവസരം ഒരൊറ്റ ഒന്നിനു പോലും കൊടുക്കാൻ പാടില്ല. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ വഴക്കാവുന്നതിന്റെ ഇടയിലാണ് മുതലാളി കൂടെ അകത്തേക്ക് കയറി വരിക. അങ്ങേര് രണ്ടാമത്തെ കളിയിൽ എതിരാളിയുടെ പേരിലായിരുന്നു ബെറ്റ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഹീറോ തോറ്റതുകൊണ്ട് അങ്ങേർക്കും കിട്ടി ഇഷ്ടം പോലെ കാശ്. അതിന്റെ സന്തോഷത്തില് ബിയർ അടിക്കാനായി ഹീറോയെ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആള് എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം, ഭാര്യ ഇവിടെ കാത്തിരിക്കാന്ന് പറയും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന ഹീറോ ഭാര്യയെയും മകളെയായി നേരെ ഒരു കടൽ തീരത്തേക്കാണ് വരുന്നത്. ആ കടൽ തീരത്ത് കുറച്ച് സ്ഥലം വിൽക്കാനായി വെച്ചിട്ടുണ്ട്. അത് അവർക്ക് വാങ്ങാനായി വലിയൊരു ആഗ്രഹമുണ്ട്. ഇതടുത്ത് തന്നെ അവർ വാങ്ങിക്കുകയും ചെയ്യും. അവിടെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി അടിപൊളിയായിട്ട് കൊണ്ടു നടത്താനാണ് ഭാര്യ വിചാരിക്കുന്നത്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഇവിടെ സ്റ്റേജ് വെക്കണം, അവിടെ കസാര ഇടണം, ഇവിടെ ടേബിൾ വെക്കണം, അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ്. അതെല്ലാം കാണുന്ന നേരം ഹീറോക്കും വലിയ സന്തോഷമായി. ഈ സമയത്തെല്ലാം മോളാണെങ്കിൽ തിരമാലയുടെ കൂടെ എങ്ങനെ കളിച്ചോണ്ടിരിക്കുക. ഭാര്യ ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഹീറോ അവളെയും നല്ലപോലെ നോക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ അവര് ആ സ്ഥലം വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാമായി നേരെ സർക്കാർ ഓഫീസിലേക്ക് ചെല്ലും. അങ്ങനെ അവിടെ ചെന്ന് സംസാരിക്കുന്ന നേരം അവർ ആ ഡോക്യുമെന്റ് വേണം, ഇത് വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഭാര്യയുടെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റായി വരുന്നുണ്ടെങ്കിലും ഹീറോ ഈ നാട്ടുകാരനല്ലല്ലോ, ഫ്രാൻസിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നയാളല്ലേ, ഇവിടുത്തെ പൗരത്തല്ല. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമായി. മാത്രമല്ല ഒരു കാര്യം കൂടെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, ഹീറോയുടെ കൂടെ ഇതുവരെ ഒരു മകളില്ലായിരുന്നോ? ആ മകള് ശരിക്കും ഹീറോയുടെ മകളല്ല, ഭാര്യക്ക് മറ്റൊരാളിൽ നിന്ന് ജനിച്ച മകളാണത്. അതിനുശേഷം അവള് ഭർത്താവുമായി ഡിവോഴ്സായി. പിന്നെ ഹീറോയാണ് അവൾ വന്ന് കല്യാണം കഴിക്കുന്നത്. എന്തായാലും പറഞ്ഞു വന്നാൽ സ്ഥലം പെട്ടെന്നൊന്നും അവരുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നാൽ അപ്പോഴാണ് ഉദ്യോഗസ്ഥൻ മറ്റൊരു കാര്യം കൂടെ പറയാ, അവർ വാങ്ങാൻ വെച്ചിരുന്ന ആ സ്ഥലം ഇല്ലായിരുന്നോ, അത് നാരോ എന്ന് പറയുന്ന മറ്റൊരാള് അവർ കൊടുക്കുന്നതിലും കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു. ഇതും കൂടെ കേൾക്കുന്ന നേരം ഭാര്യയുടെ കൺട്രോള് പോയി. അവൾ ഇത്രയും കാലം ആ സ്ഥലത്തൊരു റെസ്റ്റോറന്റ് തുടങ്ങുന്നതിനെ കുറിച്ചും അതിന്റെ വളർച്ചയെക്കുറിച്ചും എല്ലാം സ്വപ്നം കാണുന്നയാളായിരുന്നു. പെട്ടെന്നല്ല ഇങ്ങനെ സംഭവിച്ചാൽ ആർക്കായാലും വിഷമാവില്ലേ. അങ്ങനെ അന്ന് രാത്രി ഭാര്യ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിൽ വന്ന് അവിടെയുള്ള മുതലാളിയില്ല
ഉണ്ടായില്ലായിരുന്നോ, അങ്ങേരോട് ഹീറോ സംസാരിക്കും. അങ്ങേര് രാത്രിയായപ്പോൾ റെസ്റ്റോറൻ്റ് ഒന്ന് ആക്റ്റീവ് ആയപ്പോൾ ആളാകെ മാറി. ഹീറോ ചോദിക്കും, ഈ നാരോ എന്നയാളെ നിങ്ങൾക്കറിയോ? ആ സ്ഥലം എങ്ങനെയും ഞങ്ങളുടെ പേരിലേക്ക് മാറ്റി തരാനായി എന്തേലും വഴിയുണ്ടോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം ചോദിക്കുന്ന നേരം അങ്ങേര് പറയും, ഈ നേരോ എന്ന മനുഷ്യൻ എനിക്കറിയാം. നാട്ടിൽ റൗഡി പരിപാടി, അടി ഇടി വെട്ട് കൊത്ത് മയക്കുമരുന്ന് കച്ചവടം ഇതെല്ലാം ചെയ്തു നടക്കുന്നയാളാണ്. അവനോട് പോയി സംസാരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. എന്തായാലും ഞാൻ നോക്കട്ടെ, നിനക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞുതരാന്ന് പറയും. അങ്ങനെ പിറ്റേന്ന് ഹീറോ ജോലി ചെയ്യുമ്പോഴാണ് അങ്ങേര് വിളിച്ചു പറയാ, നേരോ നിന്നെ കാണാനായി വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന അപ്പം തന്നെ ഹീറോ നേരെ മുതലാളിയുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അവര് രണ്ടുപേരും കൂടെയാണ് നേരോയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈ താടിക്കാരനാണ് നേരോ, അങ്ങേരുടെ കൂടെ ഇരിക്കുന്ന ഒരുത്തനല്ലേ, അതാണ് അങ്ങേരുടെ വലം കൈ. അങ്ങനെ അവർ ആ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുന്ന നേരം അങ്ങേര് ചോദിക്കും, നേരോ ചോദിക്കും, നിനക്ക് ആ സ്ഥലം കിട്ടാൻ എങ്ങനെയാണ് മാർഗം? നിനക്ക് ഇവിടുത്തെ പൗരത്വമല്ലല്ലോ. ഇല്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിലാണ് വാങ്ങിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അങ്ങേര് ചിരിക്കും. ഇതുപോലൊരു സാഹചര്യത്തിൽ അവരെന്തായാലും ചിരിക്കല്ലേ, കൂടെ ചിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ഹീറോയും മുതലാളിയും കൂടെ ചിരിച്ചു കൊടുക്കും. അന്നേരമാണ് അങ്ങേര് പറയാ, അല്ലേലും ഫ്രാൻസിന്ന് വന്ന വരത്തന്മാര് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. അത് കുറച്ച് മോശമായിട്ടാണ് അങ്ങേര് പറയാ. അത് കേട്ടത് മുതൽ ഹീറോയുടെ മുഖം ആകെ മാറി. അത് കാണുന്ന അങ്ങേര്, നീ നിന്റെ പ്രഷറൊന്നും ഒഴിവാക്കടോ, ഞാൻ വെറുതെ പറഞ്ഞാ. പണ്ട് ഞാൻ ഈ തായ്ലൻഡിലേക്ക് വരുന്ന സമയം ഇവിടെ വലിയൊരു ഡോൺ ഉണ്ടായിരുന്നു. അങ്ങേര് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ഏൽപ്പിച്ചു. ആ ജോലി ഞാൻ അങ്ങേർക്ക് ചെയ്തു കൊടുത്തു. ഇപ്പോഴങ്ങേരുടെ ഈ സാമ്രാജ്യം എനിക്ക് കിട്ടി. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ആയി. അതുപോലെ നീ എനിക്കൊരു കാര്യം ചെയ്തു തന്നാൽ ആ സ്ഥലം ഞാൻ നിനക്ക് വെറുതെ തരാം. അങ്ങനെ അങ്ങേര് കൊടുക്കുന്ന ജോലിയാണ് മയക്കുമരുന്ന് എയർപോർട്ട് വഴി കടത്താനായിട്ട് കൂട്ടു നിൽക്കുക. ഹീറോ ആണെങ്കിൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആളാണല്ലോ, അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് അകത്തേക്ക് എത്തിക്കാനായി സുഖാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ, എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്ന നേരം അങ്ങേര് പറയും, അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം നിനക്ക് വേണേൽ നീ എനിക്കൊരു $30,000 തരേണ്ടി വരും. എന്നാൽ അത്രയും കാശ് നമ്മുടെ ആളുടെ അടുത്ത് കൊടുക്കാനില്ല. അങ്ങേരാണേൽ വലിയൊരു പണിയാണ് മുന്നിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കാണുന്ന നേരം ഹീറോക്ക് ആകെ കൂടെ ദേഷ്യം വരും. അന്ന് വീട്ടിൽ തിരിച്ചെത്തുന്ന നേരം സാമിന് തീരെ ഉറക്കം കിട്ടുന്നില്ല. ഇതെങ്ങനെയും ഒന്ന് തീരുമാനമാക്കിയാലേ സമാധാനം ആവൂ. അങ്ങേര് പറഞ്ഞ ജോലി ഏറ്റെടുക്കണോ വേണ്ടേ എന്നൊരു സംശയം. ഇതെല്ലാം കാണുന്ന ഭാര്യ വന്ന് ചോദിക്കും, നിങ്ങൾക്ക് എന്താ പറ്റിയേ? എന്നാൽ ഹീറോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയില്ല. ഭാര്യ അറിയാതെയാണ് ഹീറോ ഇതെല്ലാം ചെയ്തിരുന്നത്. എങ്ങനെയാണേലും ഹീറോ ഒരു കാര്യം ഉറപ്പിച്ചു, അങ്ങേര് പറയുന്ന ജോലി ചെയ്യാം. അങ്ങനെയെങ്കിലും ആ സ്ഥലം തിരിച്ചു പിടിക്കാന്ന് വിചാരിച്ച് ഹീറോ ജോലി ചെയ്യാനായി തീരുമാനിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹീറോയെ കാണാനായി നേരെ വരികയാണ്. അങ്ങേരുടെ കൂടെ തന്നെ വലിയൊരു പെട്ടി കൂടെയുണ്ട്. ആ പെട്ടിക്കകത്ത് ചെറിയ ചെറിയ സാമഗ്രികളുടെ ഉള്ളിലായിട്ടാണ് ഈ മയക്കുമരുന്ന് വെച്ചിരിക്കുന്നത്. സാമ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, ഈ പെട്ടി എങ്ങനെയും എയർപോർട്ടിനകത്തേക്ക് എത്തിക്കുക. അകത്തെത്തിയാൽ അങ്ങേരുടെ കൂടെ തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി അവിടെ ജോലി ചെയ്യുന്നയാളാണ്. അങ്ങേര് വന്ന് ഈ പെട്ടിയായിട്ട് പോയിക്കോളും. എന്തായാലും പറഞ്ഞെല്ലാം നല്ലപോലെ കേട്ട് മനസ്സിലാക്കി ഹീറോ പെട്ടിയായിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. വേനെടുത്താണ് പോകുന്നത്. ആ വേനിൽ തന്നെ വിദേശികളുടെ പെട്ടികൾ കൂടെയുണ്ട്. അതിന്റെ ഇടയിൽ വെച്ചാണ് കൊണ്ടുപോവുക. എന്നാൽ ആദ്യം തന്നെ അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ്ങിന്റെ ഇടയിലെങ്ങാനും പെട്ടാല് പിന്നെ അപ്പം തന്നെ തൂങ്ങും. അവരാണ് ചില്ലറക്കാരൊന്നും അല്ല, കുറച്ച് നല്ലപോലെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല പേടിയാ. അങ്ങനെ അകത്തെത്തി വിദേശികളുടെ പെട്ടിയെല്ലാം കൊടുത്ത് ഹീറോ മയക്കുമരുന്നിന്റെ പെട്ടി കൂടെ പുറത്തേക്ക് വെക്കും. അങ്ങനെ അതും കൊണ്ട് പോകുന്ന നേരെ അവിടെ ഒരു കാറിലിരുന്ന് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ഹീറോ അടുത്ത ചെക്കിങ്ങിലെത്തി. അങ്ങേരും ID കാർഡും ഹീറോയെയും എല്ലാം നല്ലപോലെ ചെക്ക് ചെയ്യും. പിന്നെ കുറെ കാലമായിട്ട് ഇവിടെ തന്നെ കാണുന്നയാളാണല്ലോ, അതുകൊണ്ട് കൂടുതലൊന്നും പേടിക്കാനില്ല എന്ന് കരുതി അങ്ങേര് ഹീറോയെ അകത്തേക്ക് കയറ്റി വിടും. ഈ നേരത്തെല്ലാം നമ്മുടെ അയാളുടെ മുഖത്ത് പേടിയൊന്നും കാണാനില്ലെങ്കിലും അകത്ത് നല്ലപോലെ പേടിയുണ്ട്. അത് കുറച്ചൊക്കെ പുറത്തേക്കും കാണാൻ പറ്റും. അഥവാ പിടിക്കപ്പെട്ടാല് പിന്നെ ഭാര്യക്കും മകൾക്കും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്ന നേരം മുന്നിൽ തന്നെ ആ സെക്യൂരിറ്റി കാത്തു നിൽക്കുന്നുണ്ട്. ഈ പെട്ടി അങ്ങേരുടെ കൈ കൊടുത്ത എല്ലാം അവസാനിച്ചു. എന്നാൽ അപ്പോഴാണ് ഒരു പോലീസ് ടീം നായയായിട്ട് അങ്ങോട്ട് വരുന്നത്. ഇത് നമ്മക്കിട്ടുള്ള പണിയാണല്ലോ എന്ന് ഹീറോ വിചാരിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും കൂടെ ആ സെക്യൂരിറ്റിയെ പിടിച്ചടിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അങ്ങേരെ പിടിച്ച താഴെയിട്ട് ചവിട്ടി അടിയോടടിയാ. അങ്ങേർക്കാണ് അടി കൊള്ളുന്നേന്നുണ്ടെങ്കിലും അടുത്തതായിട്ട് വരാൻ പോകുന്ന ഹീറോക്കാണ്. അത് മനസ്സിലാവുന്ന ഹീറോ തൊട്ട് പിന്നിലേക്ക് നോക്കുന്ന നേരം 3 പോലീസുകാർ ഓടി വരുന്നതാണ് കാണുക. പെട്ടെന്നൊരു ഒറ്റ ഓട്ടാ. കായികപരമായി നല്ല മുന്നിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഓടാനും ചാടാനും ഒന്നും വലിയ പ്രശ്നമല്ല. അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോകുന്ന നേരം തൊട്ട് പിന്നാലെ തന്നെ പോലീസുകാർ വെച്ച് പിടിക്കുക. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വേലിയിലേക്ക് ഓടിച്ചാടി ഹീറോ അപ്പുറത്തെത്തി. പോലീസുകാരാണ് വിടാൻ പോകുന്ന ലക്ഷണമൊന്നുമില്ല. ഹീറോ പോയിരിക്കുന്ന ഭാഗത്തെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ പോയി അവിടെയെല്ലാം നോക്കുന്ന നേരം നമ്മുടെ ആള് തൊട്ടടുത്തുണ്ടായിരുന്ന കായലിൽ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. പോലീസുകാർ പോയെന്ന് മനസ്സിലാവുന്ന നേരം അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും വീട്ടിൽ
വീട്ടിലേക്കാണ് ഓടുന്നത്. എന്നാൽ സന്ധ്യ ആവാൻ നേരാണ് വീട് നിൽക്കുന്ന സ്ഥലത്തെത്തുക. അവിടുന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകണം. എന്നാൽ അപ്പോഴാണ് കുറച്ച് ആളുകൾ, കുറച്ച് പടകൾ ഹീറോയുടെ വീട്ടിലേക്ക് ഓടി പോകുന്ന കാണുക. പിന്നെ ഒന്നും നോക്കില്ല, കായലിലേക്ക് എടുത്തു ചാടി നീന്തി നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. വീട്ടിലെത്തുമ്പോൾ തന്നെ മകളെയും ഭാര്യയെയും എല്ലാം വിളിച്ച് പെട്ടെന്ന് തന്നെ പോയേ പറ്റൂ, ഇറങ്ങെന്നും പറഞ്ഞ് അവരെ രണ്ടുപേരെയും പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ പട വീടിന് മുന്നിൽ നിൽക്കുന്ന കാണുക. ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് ഹീറോക്ക് അറിയാം. അതുകൊണ്ട് ആദ്യം തന്നെ ചാടി ഒരുത്തനെ ചവിട്ടിയിടും. പിന്നെ കഴിയുന്ന പോലെ ഓരോരുത്തർ അടിക്കാൻ തുടങ്ങി. എന്നാൽ അവർ അംഗബലം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഹീറോക്ക് ഭാര്യയെയും മകളെയും പ്രൊട്ടക്ട് ചെയ്യാനായി പറ്റുന്നില്ല. അവർ ഭാര്യയെയും പിടിക്കും, മകളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ട് നേരെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നാരോയുടെ പരിപാടിയാണോന്ന് അറിയില്ല. ഇനിയിപ്പോ ഹീറോയെ പോലീസ് പിടിക്കാനായി വന്നപ്പോൾ അങ്ങേര് ഇങ്ങനെയെല്ലാം ചെയ്താണോന്നും അറിയില്ല. അകത്തൊരുത്തൻ ഭാര്യയെ പിടിച്ച് തറയിലേക്ക് ഒരൊറ്റ ഇടലാണ്. അവള് ഗർഭിണിയാണെന്നുള്ള കാര്യം ഹീറോക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ ഹീറോയെ പിടിച്ചു വെച്ചിരിക്കുന്നവനെ അടിച്ച് താഴെയിട്ട് അവന്റെ കൈ ഒടിച്ചു കളയും. നേരെ ഭാര്യയ്ക്ക് അടുത്തേക്ക് ചെല്ലുന്ന നേരം പെട്ടെന്നാണ് തലക്കിട്ട് വാളുകൊണ്ട് ഒരൊറ്റ വീശി കിട്ടുക. ആ അടിയിൽ തന്നെ ഹീറോയുടെ നെറ്റിയിൽ മുറിവ് വരും. ഫ്രാൻസിൽ നിന്ന് ആ ഫർഹത്തിന്റെ ടീമിന്റെ കയ്യിൽ നിന്ന് എവിടെയായിരുന്നു അടി കൊണ്ടിരുന്നത് അവിടെ തന്നെയാണ് ഇപ്പോഴും അടി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനായി പറ്റാതെ വീണ് കിടക്കുക. ഈ സമയം ഹീറോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഭാര്യക്കും അറിയാം. അത് മനസ്സിലാവുന്ന അവള് നിങ്ങൾ എന്റെ കെട്ടിയവൻ എന്താ ചെയ്യുന്നതെന്നും ചോദിച്ച് അങ്ങോട്ട് ചെല്ലുന്ന നേരം ഒരുത്തി അവളെ പിടിച്ചു വെച്ച് അവളുടെ വയറിനിട്ട് കത്തിക്കൊണ്ട് ഒരൊറ്റ കുത്ത. എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കാന്നല്ലാതെ ഇതിനെതിരായിട്ടൊന്നും ചെയ്യാനായി നമ്മുടെയൊക്കെ പറ്റുന്നില്ല. തൊട്ടു പിന്നാലെ അടുത്തവൻ വന്ന് ഹീറോയുടെ തലക്കിട്ടടിച്ചവൻ വന്ന് അവളുടെ കഴുത്ത് നോക്കി ഒരൊറ്റ വെട്ട. ആ വെട്ടും കൊണ്ട് അവൾ താഴെ വീണ് പെടയുന്ന നേരവും ഹീറോക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പോലും പറ്റില്ല. അവൾ മരിക്കുന്നത് നോക്കി നിൽക്കാനേ പറ്റൂ. അപ്പോഴേക്ക് വലങ്കൈ അകത്തേക്ക് കയറി വന്ന് അവിടെ എല്ലാം ഡീസൽ ഒഴിക്കും. ഇനി വീട് കത്തിക്കാനായി പോവാണ്. എന്നാൽ അവസാനം വീട് കത്തിക്കാനായ അകത്തേക്ക് കയറി വരുന്നത് നേരെയാണ്. എന്നാൽ പിന്നെ ശരി, ഓക്കെ ബൈ എന്നും പറഞ്ഞ് അങ്ങനെ വീടും കത്തിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങും. ഇനിയിപ്പോൾ നാട്ടുകാരെല്ലാവരും അവിടേക്ക് വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാനായി പറ്റില്ല. തീ കത്തിപ്പടർന്ന അവസാനം വീട്ടിലെ ഗ്യാസ് ഒരൊറ്റ പൊട്ടിത്തെറിയ. ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തില് വീടിന്റെ തറ പൊളിഞ്ഞ് ഹീറോ താഴെയുള്ള വെള്ളത്തിലേക്കാണ് വീഴുക. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, വെള്ളത്തിൽ വീണാലും ഹീറോ കനങ്ങാൻ പോലും പറ്റില്ല, ഹീറോക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അപ്പോഴാണ് രണ്ട് കൈകൾ വന്ന് ഹീറോയെ പിടിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു സഹായം ആരാണ് ചെയ്തതെന്ന് ഹീറോക്ക് മനസ്സിലായില്ല. പക്ഷെ നമുക്ക് മനസ്സിലായി അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആളുടെ ആശാനാണ്. അങ്ങേര് സാമിനെ വീട്ടിലെത്തിച്ച് മന്ത്രങ്ങൾ ജപിക്കലും മുറിവിന് മരുന്ന് വെക്കലും മുറിവ് തുന്നലും അതെല്ലാം കൂടിയായിട്ട് അങ്ങനെ പോവാണ്. അതിന്റെ ഇടയിൽ ഹീറോക്ക് ചെറുതായിട്ടൊന്ന് കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിലും മുന്നിൽ ഭാര്യ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞാണ് ഹീറോ നല്ലപോലെ ഒന്ന് ബോധം തെളിഞ്ഞു വരുന്നത്. എന്നാൽ എഴുന്നേൽക്കുന്ന ഹീറോ നേരെ ആശാന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എൻ്റെ മകൾ എവിടെ പോയെന്നാണ് ചോദിക്കുക. എന്നാൽ ആശാനും അറിയില്ല മകൾ എവിടെയെന്ന്. സാമരൊറ്റ കാര്യമേ പറയൂ, അവൾ എവിടെയാണേലും ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എന്നാൽ ആശാൻ പറയും നിന്റെ അവസ്ഥ വളരെ മോശമാണ്, നിനക്കിപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ബോധം വെക്കുന്നത് തന്നെ. ഈ ഒരു അവസ്ഥയിൽ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്നാൽ ഹീറോക്കും അറിയില്ല ഇനി എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ഹീറോ ഭാര്യ ജോലി ചെയ്തിരുന്ന റെസ്റ്റോറൻ്റ് ഇല്ലായിരുന്നോ, അങ്ങോട്ടാണ് ചെല്ലുന്നത്. ഈ നാട്ടുകാരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഹീറോ എപ്പോഴേ മരിച്ചുപോയെന്നാണ്. ആ വീട്ടിൽ വെച്ച് തന്നെ ഹീറോ മരിച്ചുപോയെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ വെച്ച് മുതലാളി കാണുന്ന നേരം അങ്ങേര് ആദ്യമൊന്നും ഞെട്ടും, എന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അവരെല്ലാവരും വിചാരിച്ചിരുന്നത് ഹീറോ മരിച്ചു പോയെന്നാണല്ലോ. ഇത്രയും കാലം നീ എവിടെയായിരുന്നടാ? ഞങ്ങളെല്ലാവരും നീ മരിച്ചു പോയെന്നാ വിചാരിച്ചേ. എന്നാൽ ഹീറോ ഒരൊറ്റ കാര്യം മാത്രമാണ് ചോദിക്കുക, നാരോ എവിടെയെന്ന്. അങ്ങേര് പറയും അന്നത്തെ ഈ പ്രശ്നത്തിന് ശേഷം നാരോ ബാങ്കോക്കിലേക്ക് നാട് കടന്നു. പിന്നെ അവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ബാങ്കോക്കിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ബിസിനസ് ആയിട്ട് നടക്കുകയാണ്. പക്ഷെ അവൻ എവിടെയാണ് എന്തൊക്കെയാണെന്നൊന്നും ആർക്കും അറിയില്ല. അവസാനമായി ഹീറോക്ക് മകളുടെ ഓർമ്മയ്ക്ക് ആ റെസ്റ്റോറൻറ്റിൽ ഒട്ടിച്ചു വെച്ചിരുന്ന മകളുടെ ഒരു ഫോട്ടോയാണ് ഹീറോക്ക് അങ്ങേര് എടുത്തു കൊടുക്കുക. അത് ഭാര്യയാണ് ഒട്ടിച്ചു വെച്ചിരുന്നത്. ഇപ്പം മകൾ എവിടെയാന്ന് അവർക്ക് ആർക്കും അറിയില്ല. ഹീറോക്കാണേൽ എങ്ങനെയും മകളെ കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ അവിടുന്ന് നമ്മുടെ ആൾ നേരെ ചെല്ലുന്നത് അവര് വാങ്ങിക്കാനായി വെച്ചിരുന്ന കടൽ തീരല്ലായിരുന്നോ, അങ്ങോട്ടാണ്. അവിടെ നിന്ന് മകളുടെ മുഖം കാണുന്ന നേരം, ഫോട്ടോയിൽ കാണുന്ന നേരം അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നായി ഹീറോക്ക്. അങ്ങനെ അവിടുന്ന് നേരെ ചെല്ലുന്നത് സാം അന്ന് നാരോയെ കാണാനായി ഒരു സ്ഥലത്തേക്ക് പോയിരുന്നല്ലോ, അങ്ങോട്ടാണ്. അവിടെ ഉണ്ടായിരുന്ന അമ്മച്ചിയോട് നാരോ എവിടെ പോയെന്ന് ചോദിക്കുന്ന നേരം അവര് പറയും നാരോയോ, അവനാരോന്നും എനിക്കറിയില്ല. എന്നാൽ അമ്മച്ചിക്ക് ആകെ കൂടെ അറിയുന്ന ഒരാള് നാരോയുടെ കൂടെയുള്ള വലങ്കൈ ഇല്ലേ, അവന്റെ പേരാണ് കാസെ. അവനെ മാത്രമാണ് അമ്മച്ചിക്ക് അറിയാം. അവനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നത്. അവനാണെങ്കിൽ അവൻ എവിടെയാന്ന് ചോദിക്കുന്ന നേരം അമ്മച്ചി പറയും അവൻ സിറ്റിയിൽ എവിടെയാണ്, കൂടുതലൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, എനിക്ക് കുഴി ചെന്ന് ചാടാൻ പറ്റില്ല. അവരെന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി, എനിക്ക് എങ്ങനെയും അവളെ കണ്ടുപിടിച്ചേ പറ്റൂന്ന് പറയുന്ന നേരം അമ്മച്ചി സിറ്റിയിലെ ഒരു ബാറിന്റെ പേര് പറഞ്ഞെടുക്കും, ലേഡി ബോയ് ബാർ. അവിടെ ചെന്ന് അന്വേഷിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സാമ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ അപ്പം തന്നെ അവിടെ നിന്ന് സിറ്റിയിലേക്കാണ് ഹീറോ വെച്ച് പിടിക്കുക. അവിടെ എത്തി ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അവിടെയെല്ലാം ലേഡി ബോയ് ബാർ ചോദിക്കും. അതിന്റെ കൂടെ തന്നെ ആ വലം കയ്യൻ കാസയെ
കുറിച്ചും ചോദിക്കുന്ന നേരം അവർക്കാർക്കും അറിയില്ല. അവസാനമായി അവിടെ ബാറിന് മുന്നിൽ നിൽക്കുന്ന കുറച്ച് വേശികളോട് ചോദിക്കുന്ന നേരം അവർക്കറിയാം കാസയെ, പക്ഷെ അവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണേൽ കാശ് വേണമെന്നാണ് പറയാ. ഹീറോ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കാശ് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന നേരം അവർ പറയും റയാങ്ങിലെ ഹോട്ടൽ റെസിഡൻസിൽ ചെന്ന് അന്വേഷിച്ചാൽ അവനെക്കുറിച്ച് മനസ്സിലാകും, ബാക്കിയൊന്നും ഞങ്ങൾക്കും അറിയില്ല, നിങ്ങൾ അവിടെ ചില്ല കണ്ടുപിടിക്കുക, അത്രയാണ് അവരും പറയാം. എന്നാൽ അതിന്റെ ഇടയിലും അവർ ഹീറോയെ ട്യൂൺ ചെയ്യാനായി നോക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും പെടാതെ ഹീറോ പെട്ടെന്ന് തന്നെ റയാങ്ങിലേക്ക് വെച്ച് പിടിക്കും. അവിടെ നിന്ന് എങ്ങനെയും അവളെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അങ്ങനെ കുറെ ദൂരം ചെന്ന് തെരഞ്ഞ് അവസാനം ആ റെസിഡൻസ് കണ്ടുപിടിക്കും. അതിന്റെ അകത്തേക്ക് കയറി ചെല്ലാനായി കുറച്ച് പാടാണ്, ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട്. എന്നാലും മെല്ലെ ആരുടെയും കണ്ണിപ്പെടാതെ മതിലെല്ലാം ചാടി അങ്ങനെ പോവാണ്. അപ്പൊ ദൂരത്തായി അന്ന് അവര് വീട്ടിൽ വന്ന് ആക്രമിച്ചവരെ പോലെ കുറച്ച് ആളുകളെ കാണും. നമ്മുടെ ആൾ വിചാരിച്ച പോലെ തന്നെ അന്ന് ഹീറോയുടെ വീട്ടിൽ വന്ന് ഭാര്യയെ കുത്തിക്കൊന്ന ആളുകളാണ് അതിനകത്തുള്ളത്. അത് മനസ്സിലാവുന്ന ഹീറോ പെട്ടെന്നാണ് ആ റൂമിലേക്ക് കയറി ചെല്ല. ഒരുത്തനെ ഇടിച്ച് താഴെയിടും, അടുത്തവനെ കാലുകൊണ്ട് അടിച്ചും താഴെയിടും. അപ്പോഴാണ് ഗർഭിണിയായ ഭാര്യയുടെ വയറ്റില് കത്തിവെച്ച് കുത്തിയവൾ അങ്ങോട്ട് വരുന്നത്. ഹീറോ പിന്നെ ഒന്നും നോക്കില്ല, അവൾ അടിച്ച് ചുമരി ചേർത്ത് കത്തി കൊണ്ട് അവളുടെ കഴുത്തിൽ വെച്ച് കൊടുക്കും. അങ്ങനെ അവൾ മരിച്ചു. ഇത് കാണുന്ന സാമ് തന്നെ ഒന്ന് ഭയക്കും. അറിഞ്ഞുകൊണ്ട് ആരെയും കൊല്ലാനായി വിചാരിക്കുന്ന ഒരാളല്ല സാമ്. എന്നാൽ ഇപ്പോ അവളെ അവൻ കൊന്നിരിക്കുക. എന്ത് ചെയ്യാൻ, മകളെ എങ്ങനെയും കണ്ടുപിടിക്കണമെന്നുള്ള ചിന്താഗതിയാണ് അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. മേലെ പരണ്ടിരിക്കുന്ന ചോരയെല്ലാം തുടച്ചു മാറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു കോട്ടും ഇട്ട് നേരെ ആ ഹോട്ടലിനകത്തേക്ക് ചെല്ലും. അവിടെയാണെങ്കിലും ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇതിപ്പോ മകൾ എവിടെയാന്നും അറിയില്ല, അതുകൊണ്ട് നേരെ മേലേക്കാണ് നമ്മുടെ ആൾ കയറി ചെല്ലുന്നത്. എന്നാൽ ഇതൊരു ലേഡി കണ്ടിരുന്നു. അവൾ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുടെ അടുത്ത് ചെന്ന് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹീറോ മേലെ കയറി എത്തുന്നേരം ആ വലങ്കയ്യൻ കാസയെ നമ്മുടെ ആൾ കണ്ടു. അവന്റെ പരിപാടി ആളുകൾക്ക് ലേഡീസിന് എത്തിച്ചു കൊടുക്കുന്ന. എന്നാലും അവനെ പിടിക്കാനല്ല ഹീറോ വിചാരിക്കുക, മകൾ എങ്ങനെയും കണ്ടുപിടിക്കണം എന്നാണ്. അവിടെയുള്ള ഓരോ റൂമിലായി കയറി ചെന്ന് നോക്കുന്നേരം കയറി ചെന്ന റൂം ചെറുതായി ഒന്ന് മാറിപ്പോയി. അതോടുകൂടെ ആ റൂമിലുണ്ടായിരുന്നവൻ എന്താടോ താൻ കാണിക്കുന്നത്, ഒരു മുട്ടും തട്ടുമില്ലാതെ റൂമിലേക്ക് കയറിങ്ങ് വരികയാണോ, താൻ എന്താടോ കാണിക്കുന്നത് ചോദിക്കും. ആ ശബ്ദം കേട്ട് രണ്ട് സെക്യൂരിറ്റികൾ അകത്തേക്ക് ഓടി വരുന്നേരം ഹീറോയാണ് കാണുക. അവര് ചിന്തിക്കാനൊന്നും നിൽക്കില്ല, പെട്ടെന്ന് തന്നെ അടിക്കാനായി ചെല്ലും. ഹീറോ ഒരു ബഡാക്കോസ് ഫൈറ്റർ ആണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്യാനായി പറ്റില്ല. എന്നാലും അതിലൊരുത്തന്റെ മോന്തൊക്കെ ഒരൊറ്റ ഇടി കൊടുത്ത് അവനെ താഴെയിടും. അടുത്തവനാണ് ഹീറോയെ താഴെയിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ അവന്റെ കാല് പിടിച്ച് മടക്കി അവന്റെ മുഖം തൊട്ടടുത്തുണ്ടായിരുന്ന ചില്ലിലേക്ക് വെച്ചു കൊടുക്കും. എന്നാൽ അപ്പോഴാണ് കൂട്ടത്തിലെ പെരിയവൻ അങ്ങോട്ട് വരുന്നത്. അവന്റെ വരവ് തന്നെ ബുൾഡോസർ വരുന്ന പോലെയാ. എന്നാൽ ഹീറോ ബാക്കിയുള്ളവരെ അടിച്ചതിലും എളുപ്പത്തിലാണ് അവനെ അടിച്ച് താഴെയിടുക. എന്നാൽ ഇപ്പോഴാണ് കൂട്ടത്തിലെ പെരിയവൻ അങ്ങോട്ട് വരുന്നത്. ആ വലങ്കയ്യൻ അവൻ ഗണ്ണു എടുത്തോണ്ടാ വരുന്നത്. അപ്പോഴേക്ക് ഹീറോ അവന്റെ ഗണ്ണ് പിടിച്ചു വെക്കും. ഷോട്ട് കൊള്ളില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഹീറോ കുറച്ചുപടി മേലെ ആയതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങിയെടുക്കും, പിടിച്ചു വാങ്ങിയെടുക്കും. അപ്പോഴാണ് അവൻ പറയാ നിന്റെ മകൾ എവിടെയാന്ന് എനിക്കറിയാം, അവൾ ജീവനോടെയുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ ഒന്ന് ശാന്തനാവുമ്പോ കാസെ, അതായത് ആ വലങ്കയ്യൻ വലിയ പട്ടാളക്കാരനാവും. അവൻ ആ ഗണ്ണ് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ നോക്കുമ്പോഴേക്ക് ഹീറോ ഒരൊറ്റ പൊട്ടിക്കൽ അവന്റെ തലക്ക്. അവൻ അതോടുകൂടെ മരിച്ചു. ഇതെല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ലേഡികളെല്ലാം കരഞ്ഞോണ്ടിരിക്കുന്ന നേരം ഹീറോ കരഞ്ഞോണ്ട് വിഷമത്തിൽ അവരോട് ചോദിക്കും, ഇവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇവൾ എന്റെ മകളാണ്, അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ. പേടിച്ചോണ്ട് അതിലൊരു ലേഡി പറയും അവൾ കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്നലെയോടെ അവളെ കാണുന്നില്ല, എനിക്ക് തോന്നുന്നു അവൾ അവർ ബാങ്കോക്കിലേക്ക് അയച്ചിട്ടുണ്ടാകും. ബാങ്കോക്കിൽ എവിടെയാണെന്ന് അറിയോന്ന് ചോദിക്കെങ്കിലും അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവിടെ ഏതെങ്കിലും ബാറിലോ പബ്ബിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കാണാനാണ് സാധ്യത. അങ്ങനെ വരുന്ന ആളുകളുടെ മുന്നിലേക്ക് ആ തോക്ക് തന്നെ വെച്ച് അവരെല്ലാം പേടിപ്പിച്ചോണ്ട് ഹീറോ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ അവിടെ വെച്ച് ഗണ്ണു ഉപേക്ഷിച്ച് കോട്ടു മാറ്റി ഹീറോ നേരെ ആശാന്റെ അടുത്തേക്കാണ് ചെല്ലുക. മകൾ എവിടെയാന്ന് എനിക്കറിയാം, ഞാൻ അവളെ കണ്ടുപിടിക്കാനായി പോവാ. ഇത് കേൾക്കുന്ന ആശാൻ ഹീറോയുടെ മുഖത്തേക്ക് നോക്കുന്നേരം ചോരപ്പാടെല്ലാം കാണുമ്പോൾ മനസ്സിലായി അവൻ ഇതിനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങേര് അവന് കഴിക്കാനായി കുറച്ച് മദ്യം കൊടുത്ത് കൂടെ അകത്തേക്ക് വിളിക്കും. അവിടെ ആശാന്റെ കുടുംബം പാരമ്പര്യമായി ഉപയോഗിച്ച് വരുന്ന ഒരു കത്തിയുണ്ട്, ഒരു വലിയ വാളുണ്ട്. അത് സാമിന്റെ കയ്യിലേക്ക് വെച്ചെടുക്കും. കൂടെ തന്നെ ഒരു മാല കൂടി ഇട്ട് കൊടുക്കുന്ന നേരം സാം അത് വേണ്ടാന്ന് പറയും. ആ മാല ആശാന്റെ മുത്തശ്ശൻ പണ്ട് യുദ്ധങ്ങൾക്ക് പോകുന്ന നേരം വിജയിച്ചു വരാനായി ധരിക്കുന്ന ഒരു മാലയാണ്. അത് ധരിച്ച് അങ്ങേര് പോയിട്ടുള്ള യുദ്ധങ്ങളെല്ലാം അങ്ങേര് വിജയിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് കേൾക്കുന്ന ഹീറോ ആ മാല ധരിക്കും. അന്നേരം ആശാൻ പറയും, നീ എന്തായാലും ഈ ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചല്ലേ, നിന്റെ കൂടെ ഞാനുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ സാമിന് വലിയ സന്തോഷമായി. അവിടെ നിന്ന് അവർ രണ്ടുപേരും കൂടെ നേരെ ഭാര്യയുടെ മുതലാളിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. മുതലാളി ഹീറോയുടെ ഒരു കൂട്ടുകാരനെ പോലെയാണല്ലോ, അങ്ങേരും കൂടെ വരുമോ എന്ന് അറിയാനാണ് ചെല്ലുക. എന്നാൽ അങ്ങേര് ഇവിടെ വെച്ച് നാട് വിട്ട് എവിടെയെങ്കിലും സമാധാനമായി ജീവിക്കാനായി എല്ലാ സാധനങ്ങളും കെട്ടിപ്പൂട്ടി ഇറങ്ങുകയാണ്. ഹീറോയെ കാണുന്ന നേരം അങ്ങേർക്ക് മനസ്സിലായി ഹീറോ അവനെ കൊന്നുവരാണെന്ന്, കാസയെ കൊന്നുവരാണെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോ കൂടെ വിളിക്കുന്ന നേരം അങ്ങേര് പറയും, നീ ഇതുപോലൊരു പരിപാടി ചെയ്യാനാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇല്ല, ഇങ്ങനെയെല്ലാം ചെയ്ത് എന്ത് കിട്ടാനാ, അവളെ കിട്ടുമെന്ന് നിനക്കെന്താ ഉറപ്പ്. എന്തായാലും നമ്മുടെ ടീമിന് മനസ്സിലായി അങ്ങേര് വരാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് അവര് രണ്ടുപേരും കൂടെ ബോട്ടില് നേരെ ബാങ്കോക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ ബാങ്കോക്കിലെത്തി. ബാങ്കോക്ക് ആണെങ്കിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. അവിടെ നിന്ന് നാരോയുടെ ബാർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പോലും അവർക്കറിയില്ല. ഊണും ഉറക്കവും ഇല്ലാതെ ദിവസങ്ങളോളം തെരഞ്ഞ് അവസാനം അവർ നാരോയുടെ ബാർ കണ്ടുപിടിച്ചു. അതിനകത്തേക്ക് ഹീറോ മാത്രമാണ് കയറി ചെല്ലുക. ആശാനോട് പുറത്ത് നിൽക്കാനായി പറയും. എന്നാൽ ബാറിലെ ആളുകൾ ഹീറോ ഒരു കസ്റ്റമർ ആണെന്ന്
കരുതി അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. എന്നാൽ ഹീറോ ഒന്നും മിണ്ടില്ല. അത് കാണുന്ന അവർ വിചാരിക്കും ഹീറോ ഒരു സ്പെഷ്യൽ കസ്റ്റമർ ആണെന്ന്. ബാർ നടത്തുന്ന ലേഡി അങ്ങോട്ട് വന്ന് ഹീറോയുടെ മുന്നിലേക്ക് ഇഷ്ടം പോലെ പെൺകുട്ടികളെ നിരത്തി കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ആരെയാണ് വേണ്ടതെന്ന് ചോദിക്കും. ഹീറോ ആണെങ്കിൽ അതിന്റെ കൂടെ എവിടെയെങ്കിലും മകളുണ്ടോ എന്നാണ് നോക്കുക. മുന്നിൽ വന്നിരിക്കുന്നവരെല്ലാം ചെറിയ കുട്ടികളാണെങ്കിലും അതിൽ മകളെവിടെയില്ല. എന്നാൽ ഹീറോ ഇപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുന്ന കാണുന്ന അമ്മച്ചി ചോദിക്കും, നിങ്ങൾക്ക് ചെറിയ കുട്ടികളെയാണോ വേണ്ടത്? ചെറുതായി ഒന്ന് തലയാട്ടുമ്പോൾ ആ ലേഡി ഹീറോയായിട്ട് നേരെ അതിന്റെ അകത്തേക്കാണ് കയറി ചെല്ലുക. എന്നാൽ പെട്ടെന്നാണ് ഹീറോ അമ്മച്ചിയുടെ കഴുത്തിലേക്ക് കൈവച്ച് ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കുക. എന്നാൽ അത്രയും പെട്ടെന്ന് ഹീറോ ഇങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ട് അമ്മച്ചി ആർത്ത് വിളിക്കും. അപ്പോഴാണ് അകത്തിന്ന് ഒരുത്തൻ അങ്ങോട്ട് കയറി വന്ന് ഹീറോയെ പിടിക്കുക. ചിലപ്പോൾ അവന്റെ കയ്യിൽ ഗണ്ണുണ്ടെങ്കിൽ അവൻ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അതുകൊണ്ട് തന്നെ സാം ഒന്നും ചെയ്യില്ല. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നേരം അവിടെയുള്ള സ്നൂക്കർ ഗെയിമിലെ ബോൾ എടുത്ത് അവന്റെ തലയിൽ അടിച്ചടിച്ച് അവനെ ആ ടേബിളിലേക്ക് ഇട്ട് അടിച്ചവനെ കൊന്നുകളയും. കൊന്നെന്നാണ് തോന്നുന്നത്. കൂടെ അതിന്റെ സ്റ്റിക്ക് ഒടിച്ച് അമ്മച്ചിയുടെ കഴുത്തിലേക്ക് വെച്ച് കൊടുക്കുന്ന നേരം അമ്മച്ചി പറയും, നിനക്ക് എന്താ വേണ്ടത്? നേരോ അവൻ എവിടെയാന്ന് ചോദിക്കുന്ന നേരം അവന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. മാത്രമല്ല ആ കുഞ്ഞിവിടെയില്ല, നീ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലെ കുഞ്ഞ് ഇവിടെ എവിടെയില്ല എന്ന് അവർ പറയുകയും ചെയ്യും. പിന്നെ നമ്മൾ കാണുന്നത് നേരോയെ അന്വേഷിച്ചുകൊണ്ട് അവന്റെ തട്ടകത്തിലേക്ക് തോണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആശാനെയും സാമിനെയുമാണ്. ഈ നേരത്ത് ആശാൻ അങ്ങേരുടെ ആയുധം മൂർച്ചയായിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയാൽ എന്തായാലും ഉറപ്പാണ് ഇവർ വരാൻ പോകുന്ന കാര്യം നേരോക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് അവിടെ വലിയൊരു സംഘട്ടനം നടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നാരോയുടെ ഹാർബറിലേക്ക് എത്തുന്ന നേരം നമ്മുടെ ആശാൻ മാത്രമായിരിക്കും തോണിയിൽ ഉണ്ടാകുക. അങ്ങേര് മെല്ലെ വാളെല്ലാം ശരിയാക്കി വെച്ച് ഒരു യഥാർത്ഥ മാസ്റ്ററെ പോലെ ഹാർബറിലേക്ക് കയറി ചെല്ലും. അന്നേരം അങ്ങേരെ കാത്തവിടെ 6-7 പേര് കാത്തിരിപ്പുണ്ട്. അവർ 6 പേരും ആശാൻ ഒരു ഒറ്റയാളുമാണ് നിൽക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് അവർ തമ്മിലുള്ള സംഘട്ടനം തുടങ്ങുക. ആശാനാണെ അവരെ ഇടം വലം വെട്ടിക്കൊണ്ടിരിക്കുക. അങ്ങേര് ചില്ലറക്കാരനല്ല, വരുന്നവരെല്ലാവരെയും ഇടം വലം നോക്കാതെ വെട്ടിക്കൊണ്ടേയിരിക്കുക. ഈ നേരം ഹീറോ ഹാർബറിനകത്ത് കയറി പറ്റി. ഇനി അവിടെ വെച്ച് എങ്ങനെയും മകളെയും കൂടെ തന്നെ നാരോയെയും എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ. ആദ്യം വന്നവനായിട്ട് തന്നെ പണിഞ്ഞ് നേരെ മേലെയുള്ള റൂമിലേക്ക് കയറി ചെല്ലുന്ന നേരം ഹാളിലേക്ക് കയറി ചെല്ലുന്ന നേരം അവിടെ ഇഷ്ടംപോലെ ജോലി ചെയ്യുന്ന ആളുകളാ. മകളുടെ ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തേലും അറിയോന്ന് ചോദിക്കുന്ന നേരം അവരാരും ഒന്നും ചെയ്യുന്നില്ല. ഒരു ലേഡി അത് മെയിൻ ചെയ്യുന്ന പോലുമില്ല. എന്നാൽ ആ ലേഡി തന്നെ അടുത്ത കൊട്ടയെടുക്കാനായി ഹീറോയുടെ അടുത്തൂടെ പോകുന്ന നേരം എന്റെ കൂടെ വായോ എന്ന് മാത്രം പറയും. അത് കേൾക്കുന്ന ഹീറോ അവളുടെ തൊട്ടു പിന്നാലെ ചെല്ലുക. അങ്ങനെ അവള് കുറെ വഴിയിലൂടെ നടന്ന് അവസാനം ഒരു ഹാളിലേക്കാണ് കയറി ചെല്ലുക. അങ്ങോട്ട് ഹീറോ കയറി ചെല്ലില്ല, മെല്ലെ അകത്തേക്ക് നോക്കും. അവിടെ ചെറിയ കുട്ടികളെ ഉപയോഗിച്ച് മയക്കുമരുന്നെല്ലാം മീനിന്റെയും ചെമ്മീനിന്റെയും എല്ലാം അകത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ്. അതെല്ലാം കടത്താനായി പോകാനുള്ള പരിപാടിയാണ്. കൂടെ തന്നെ അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാനായി 2 ഗാർഡ്സ് കൂടിയുണ്ട്. ഹീറോ പെട്ടെന്ന് അകത്തേക്ക് കയറി ചെന്നാൽ അവർ ഹീറോക്കിട്ട് പണിയും. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധ മാറുന്ന ഗ്യാപ്പ് നോക്കി പെട്ടെന്നാണ് അകത്തേക്ക് ചാടി കയറി വന്ന് രണ്ടിനെയും പിടിച്ചടിക്കാൻ തുടങ്ങുക. ആദ്യത്തെ ചാടി ചവിട്ടി തന്നെ ആദ്യമുള്ളവന്റെ പാതി ജീവൻ പോയി. അടുത്തവനെയും പിടിച്ചടിച്ചോണ്ടിരിക്കുക. എന്നാൽ അവരെ 2 പേരെയും അടിക്കാൻ മാത്രമല്ല ഹീറോ അവിടെ വെച്ച് കൊന്നുകളയും. പേടിച്ചിരിക്കുന്ന കുട്ടികളോടും ലേഡിയോടും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനായി പറയും. നിങ്ങളുടെ ബോസ് നാരോ എവിടെയാന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലെയാന്ന് പറയും. എന്നാൽ പെട്ടെന്ന് തന്നെ കുട്ടികളെല്ലാവരെയും സേഫ് ആക്കാൻ പറഞ്ഞ് ഹീറോ നേരെ ബിൽഡിങ്ങിന്റെ മേലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അവിടെ നിന്ന് അടുത്ത മുറിയിലേക്ക് ചെല്ലുന്ന നേരം ആ ഇടനാഴി മുഴുവനും നാരോയുടെ ആളുകൾ ഹീറോയെ കാത്തിരിക്കുക. ഹീറോ അങ്ങോട്ട് വരുന്ന വിവരം അവർക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നേരത്തെ റെഡിയായി നിൽക്കുക. അവർക്കെല്ലാവർക്കും ഹീറോയെ കൊല്ലാനുള്ള ദൗത്യമാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഹീറോക്ക് മകളെ കണ്ടുപിടിക്കണമെന്നുള്ള ദൗത്യമാണ്. അതുകൊണ്ട് അവർ ഇടിക്കാനും അടിക്കാനുമുള്ള പവർ കുറച്ചുകൂടി ഒന്ന് കൂടും. അവർ ആയുധങ്ങളും ടൂൾസും എല്ലാമായി പുതിരെ തല്ലിക്കൊണ്ടിരിക്കുക. ഹീറോ കഴിയുന്ന പോലെ തിരിച്ചു അടിക്കും. അവരെണ്ണത്തിൽ ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് ഹീറോക്ക് പെട്ടെന്നൊന്നും അടിച്ചിടാനായി പറ്റുന്നില്ല. എന്നാലും കഴിയുന്ന പോലെ വരുന്നവരെ എല്ലാവരെയും അടിച്ചു തൂക്കിക്കൊണ്ടേയിരിക്കുക. കൂടെ തന്നെ ലേഡി സ്റ്റാഫുകളായിട്ടുള്ള ഗുണ്ടകളും വരുന്നുണ്ട്. അവരുടെ ഒന്നും മുഖം നോക്കാതെ ഹീറോ ചവിട്ടി കൂട്ടുക. അങ്ങനെ ഒരുവിധം എല്ലാത്തിനെയും അടിച്ച് പടമാക്കി ഞെരിപ്പാക്കി നിൽക്കുമ്പോഴാണ് ആശാൻ നരവേട്ട കഴിഞ്ഞ് അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങേര് അവിടെ എത്തുന്നതോടൊപ്പം ഒരു പടയും ആശാന്റെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അവരൊക്കെ ആശാന് വലിയ പ്രശ്നമല്ല. ആശാൻ അവരെ എല്ലാവരെയും അടിച്ചു തൂക്കിക്കോളും. അത് ഹീറോക്കും അറിയാം. അങ്ങനെ നേരെ മുന്നിലേക്ക് ഓടുമ്പോഴാണ് ലിഫ്റ്റിന്റെ ഡോറും തുറന്ന് ഗ്രില്ലിനിടയിൽ കൂടി ഒരുത്തൻ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ മാറി നിന്ന് ആ ഗ്രില്ല് അടച്ചു കളയും. ആ ഗണ്ണെടുത്ത് പിന്നെ തിരിച്ച് ഷൂട്ട് ചെയ്യാനായി അതിന്റെ അകത്തേക്ക് കയറി ചെല്ലും. ആ ലിഫ്റ്റിനകത്ത് 4 പേരാണുള്ളത്. അവര് 4 പേരും പ്രാന്തമാരാ. എത്രയൊക്കെ അടി കൊണ്ടാലും ഷോട്ട് കൊണ്ടാലും കുത്തു കൊണ്ടാലും അവര് നിർത്തില്ല. പിന്നെ വന്നോണ്ടേയിരിക്കും. എന്തോ മുന്തിയ ഇനം മയക്കുമരുന്നാണ് അവർ അടിച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് പെട്ടുപോകുന്ന ഹീറോക്ക് അവർ ഇടിച്ചിടാനായി വലിയ സുഖമൊന്നുമില്ല. കുറച്ച് പാടാ. ഒരുത്തൻ ഹീറോയെ അടിച്ച് താഴെ ഇടുന്ന നേരം അവന്റെ കയ്യിൽ നിന്ന് തന്നെ വീണ് കിടക്കുന്ന കത്തിയെടുത്ത് ഹീറോ അവന്റെ തുടയിൽ കുത്തി തുളച്ചു കളയും. വീണ് കിടക്കുന്ന ഗണ്ണെടുക്കാൻ നോക്കുമ്പോൾ അതൊരുത്തൻ ചവിട്ടിക്കളയും. അതോടുകൂടി തന്നെ അവന്റെ കാല് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കും. അങ്ങനെ ആ ഗണ്ണെടുത്ത് തൊട്ടടുത്ത് കിടക്കുന്നവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായി അവന്റെ മുഖത്തേക്ക് ഗണ്ണ് വെച്ച് പൊട്ടിക്കുമ്പോഴാണ് മനസ്സിലാവുക അതിൽ ബുള്ളറ്റ് ഇല്ല. അതോടുകൂടെ തന്നെ അവൻ തുടയിൽ കുത്തിരുന്ന അവന്റെ കത്തിയില്ലേ, അത് വെച്ച് ഹീറോയുടെ കയ്യിലേക്ക് ഒരൊറ്റ കയറ്റല. അതായത് അവന്റെ തുടയിലൂടെ കയറിയ കത്തി കൊണ്ട് തന്നെ ഹീറോയുടെ കൈക്ക് അവൻ കുത്തിക്കളഞ്ഞു. ഇനി അത് വെച്ച് ഹീറോയുടെ മുഖത്തേക്ക് കുത്താനായി പോവാണ്. അവന്റെ തുട പിടിച്ച് പൊക്കിക്കൊണ്ടിരിക്കുന്ന നേരം മൂലയിൽ വീണ് കിടക്കുന്നവൻ അവന്റെ കാലിന് ചവിട്ടി അവനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എന്നാൽ ഹീറോ അവിടെ
വീണ് കിടക്കുന്ന ഒരു കത്തിയെടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഒരൊറ്റ ഏറ. താഴെ ചെതറിക്കിടക്കുന്ന ചില്ലുകളെടുത്ത് അവന്റെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കുമ്പോഴാണ് ലേഡി കത്തിയെടുത്ത് കുത്താൻ വരിക. ഹീറോ അത് ബ്ലോക്ക് ചെയ്യുന്നേരം കയ്യിലേക്കാണ് കത്തി തുളച്ചു കയറുന്നത്. എന്നാൽ അവന്റെ തൊടയിൽ വെച്ചിരുന്ന കത്തി ഊരിയെടുത്ത് അവളുടെ തലയിൽ കണ്ണിൽ നോക്കി കുത്തി അവളെ കൊന്നുകളയും. അത് കഴിഞ്ഞ് കയ്യിൽ കുത്തി തറച്ചു കിടക്കുന്ന ആ കത്തി ഹീറോ ഊരിയെടുക്കുന്ന നേരം എല്ല് പോലും പൊട്ടിപ്പോകും. എന്നിട്ട് ആ കത്തി വെച്ച് അടുത്തുള്ളവനെ കുത്തി 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 കൊന്നുകളയും. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് ജീവൻ ബാക്കിയുള്ളവനുണ്ട്. അവൻ ഇനി ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിക്കും. എന്നാൽ ഇതെല്ലാം കൂടെ മേലെ ഇരുന്ന് നേരോ CCTVയിലൂടെ കണ്ടോണ്ടിരിക്കുക. ഇനി ഹീറോ ഇങ്ങോട്ടാണ് കയറി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേര് ഗണ്ണെടുത്ത് നേരെ വരാന്തയിലേക്ക് ചെന്ന് നമ്മുടെ ആളെ കാത്തിരിക്കും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഹീറോ അങ്ങോട്ട് കയറി വരും. എന്നാൽ ഹീറോയുടെ നടത്തം കാണുന്ന നേരം അങ്ങേർക്ക് മനസ്സിലായി അവൻ ഇപ്പോഴൊന്നും എന്നെ കൊല്ലാൻ പോകുന്നില്ല, അതിനുള്ള ത്രാണി അവനില്ല. അതുകൊണ്ട് തന്നെ അങ്ങേര് നേരെ റൂമിലേക്കാണ് കയറി ചെല്ലുക. തൊട്ടു പിന്നാലെ വേച്ച് സാം അകത്തേ കയറി ചെന്ന് അങ്ങേരെ അടിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് പറ്റുന്നില്ല. അവനിനി ആരോഗ്യമില്ല. അപ്പോഴാണ് അരബോധത്തിൽ ഹീറോ നാരോയുടെ റൂമിൽ വെച്ചിരിക്കുന്ന അവന്റെ കുടുംബത്തിന്റെ ഫോട്ടോ കാണുന്നത്. ഇത് കണ്ട് എന്താന്ന് മനസ്സിലാവില്ല. അപ്പോഴാണ് നാരോ പറഞ്ഞു കൊടുക്കുക, 5 കൊല്ലം മുന്നേ ഹീറോ ഫ്രാൻസിൽ വെച്ച് ഒരുത്തനെ കൊന്നിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ മരിച്ചിരിക്കുന്ന ആരാന്ന് വെച്ചാ അവിടെയുള്ള ഫർഹത്തില്ലേ ഗുണ്ടായിസക്കാരൻ, അവന്റെ അനിയനെയാണ് കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫർഹത്തിന്റെ കൊട്ടേഷൻ പ്രകാരം കഴിഞ്ഞ 5 വർഷമായി നാരോയും അങ്ങേരുടെ വലം കൈയും കൂടെ ഹീറോയെ ഫോളോ ചെയ്യായിരുന്നു. അവസാനം സ്ഥലക്കച്ചവടത്തിന്റെ പേരിൽ ഹീറോയെ നാരോയുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്തത് ഭാര്യയുടെ മുതലാളിയാണ്. അതായത് ഹീറോയുടെ ആ ബഡ്ഡിയില്ലേ, അങ്ങേര് തന്നെയാണ് ഹീറോയെ നാരോയുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. അന്ന് ഹീറോയുടെ വീട് കത്തിക്കുന്ന നേരം അതെല്ലാം അങ്ങേര് കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങേര് ഒരു കാര്യം പോലും ഹീറോക്കായി ചെയ്തിട്ടില്ല. ഒന്നും അറിയാത്തവനെ പോലെ നടക്കായിരുന്നു. എന്നിട്ട് എന്നാലും ഹീറോ എന്റെ മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങേര് ചിരിച്ചോണ്ട് പറയാ, നിന്റെ മകൾ ഇവിടെ എവിടെയില്ലടോ, നിന്റെ നാട്ടിൽ തന്നെയുണ്ട്. നിന്റെ നാട്ടിൽ തന്നെ നിന്റെ കൂട്ടുകാരൻ മുതലാളിയില്ലേ, അവന്റെ കൂടെയുണ്ട് നിന്റെ മോള്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഹീറോയെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായി അങ്ങേര് വിചാരിക്കില്ല. അത്രയും ജീവനില്ലല്ലോ. അതുകൊണ്ട് തന്നെ കഴുത്തിൽ ഞെരിച്ച് കൊല്ലാനാണ് അങ്ങേര് വിചാരിക്കുക. അങ്ങനെ ഞെരിക്കാൻ തുടങ്ങി. ഹീറോക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ആകെ ഒരു കൈ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത കൈയുടെ എല്ലൊടിഞ്ഞത് കൊണ്ട് അതിനെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഹീറോ ഒടിഞ്ഞ കൈയുടെ എല്ല് മെല്ലെ പുറത്തേക്ക് തള്ളിപ്പിടിച്ച് ആ എല്ല് കൊണ്ട് തന്നെ അങ്ങേരുടെ കഴുത്തിൽ ഒരൊറ്റ കുത്താ. ആ കുത്തോടുകൂടെ അങ്ങേര് മരിച്ച് താഴെ വീഴും. ഹീറോയുടെ കയ്യിൽ ഒരായുധം പോലും ഇല്ലല്ലോ എന്ന് അങ്ങേര് വിചാരിച്ചപ്പോൾ ഇതുപോലൊരു ആയുധത്തെക്കുറിച്ച് അങ്ങേര് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് ഹീറോ മെല്ലെ മെല്ലെ താഴേക്കിറങ്ങി വരുന്ന നേരം ഹീറോയുടെ ആശാൻ അങ്ങനെ അവിടെ ചാരിയിരിക്കുക. സത്യം പറഞ്ഞ അങ്ങേർക്ക് കാര്യമായി കത്തികൊണ്ടൊരു കുത്തു കൊണ്ടിട്ടുണ്ട്. ഇത്രയും നേരം കണ്ണ് തുറന്നിരുന്ന് തന്നെ അവസാനമായി ഒരു നോക്കുകൂടെ ഹീറോയെ കാണാനാണ്. ഇപ്പൊ ഹീറോയെ കണ്ടപ്പോൾ ഹീറോക്ക് മനസ്സിലായി അങ്ങേര് മരിക്കാൻ പോവാണെന്ന്. വിചാരിച്ച പോലെ തന്നെ അങ്ങേര് മെല്ലെ കണ്ണടയ്ക്കും. ഈ സമയമായപ്പോഴേക്ക് ഈ ലൊക്കേഷൻ പോലീസുകാർ കണ്ടുപിടിച്ചു. ആ ലേഡിയുടെ കൂടെ കുട്ടികളെല്ലാവരും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് ഹീറോ മകളെ കാണാനായി തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരികയാണ്. എങ്ങനെയൊക്കെയോ ആണ് നാട്ടിലേക്ക് എത്തുന്നത്. കയ്യിൽ വലിയ കെട്ടെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. അന്ന് മുതലാളി പറഞ്ഞിരുന്നല്ലോ, ഞാൻ ബാറെല്ലാം നിർത്തി മറ്റെവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ മുതലാളിയുള്ള ലൊക്കേഷൻ നോക്കിയാണ് അങ്ങേരെ ചോദിച്ച് അന്വേഷിച്ചാണ് ഹീറോ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ മകളുടെ പേരിൽ ധാര എന്ന പേരിൽ ഒരു ബാർ തുറന്നിട്ടുണ്ട്. അതിനകത്തേക്കാണ് ഇപ്പം നമ്മുടെ ആൾ കയറി ചെല്ലുന്നത്. അവിടെയാണ് മുതലാളിയുണ്ട്. അങ്ങേര് ഹീറോയെ കാണുമ്പോൾ തന്നെ ചെറുതായി ഒന്ന് പേടിക്കും. ചെറുതായി അല്ല, വലുതായി തന്നെ പേടിക്കും. ഈ സമയമെല്ലാം ഹീറോയുടെ മനസ്സിലേക്ക് ഭാര്യയും മകളും മാത്രമാണ് വരുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ മാത്രമാണ് ഹീറോയുടെ മനസ്സിലേക്ക് എത്തുന്നത്. നേരെ അങ്ങേരുടെ അടുത്ത് ചെന്ന് ഗണ്ണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നേരം അങ്ങേര് പറയും, എടാ സോറി എടാ, എനിക്ക് നിന്റെ ഭാര്യയെ വലിയ ഇഷ്ടമായിരുന്നു. നീ അവളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. എന്തോ നീ സ്നേഹിച്ചതിലും കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചു. എനിക്ക് അവളെ വേണമെന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇതെല്ലാം കൂടി ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഹീറോ അതൊന്നും മെയിൻ ചെയ്യാതെ ഗണ്ണ് കൊണ്ട് അങ്ങേരെ പൊട്ടിക്കാനായി ഗണ്ണ് പൊക്കി. എന്നാൽ അങ്ങേർക്കും അറിയാം ഇനി എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമല്ല, അങ്ങേരുടെ സമയം അടുത്തെന്ന്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ മരിക്കാനായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്ന് മകള് അച്ചാന്ന് വിളിക്കുന്നത് കേൾക്കുക. അപ്പൊ തന്നെ ഹീറോ ഗണ്ണും താഴെയിട്ട് മകളുടെ അടുത്തേക്ക് ഓടി ചെല്ലാണ്. അവളും കടൽ തീരത്തു കൂടെ സാമിന്റെ അടുത്തേക്ക് ഓടി വരും. അങ്ങനെ അവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. മകളും ഇത്ര കാലം വിചാരിച്ചിരുന്നത് ഹീറോ മരിച്ചുപോയി എന്നാണ്. എന്നാൽ ഇപ്പോഴാണല്ലോ അവൾ വീണ്ടും കാണുന്നത്. അച്ഛാ, നിങ്ങൾ ഇത്രയും കാലം എവിടെ പോയായിരുന്നു? നിങ്ങൾ മരിച്ചു പോയെന്നാ ഞാൻ വിചാരിച്ചേ. നിങ്ങൾ എവിടെ ആയിരുന്നു? അതെല്ലാം പറയാം, ഞാൻ എല്ലാം നിനക്ക് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മകളെ എടുത്തോണ്ട് ഹീറോ അങ്ങനെ നടക്കുക. മേലെയാണേൽ നല്ല വേദനയുണ്ട്. ചെറിയ പരിക്കുകളൊന്നും അല്ലല്ലോ മേലെ ഉള്ളത്. അങ്ങനെ അവർ മുന്നിലേക്ക് മെല്ലെ മെല്ലെ വേച്ച് നടക്കുന്ന നേരം പെട്ടെന്നാണ് ഗണ്ണ് പൊട്ടുന്നൊരു ശബ്ദം കേൾക്കുക. നേരത്തെ ഹീറോ മുതലാളിയുടെ അടുത്ത് ഒരു ഗണ്ണിട്ട് പോകുന്നില്ലായിരുന്നോ? ആ ഗണ്ണെടുത്ത മുതലാളി അങ്ങേരെ തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. അതായത് ആത്മഹത്യ ചെയ്തു. അങ്ങേരെ കൊല്ലാനായി ഹീറോ തന്നെ വിചാരിച്ചതാണ്. പക്ഷെ ഹീറോയെ കൊണ്ട് പറ്റിയില്ല. ഇപ്പോഴങ്ങേര് തന്നെ അത് ചെയ്തു. അങ്ങനെ ഉള്ളിൽ തീരാത്ത നോവും വേദനയുമായി മകളെയും കൊണ്ടുപോകുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട്, സാമിനെ കാണിച്ചുകൊണ്ട് മേ ഹിം എന്ന സിനിമ അവസാനിക്കുന്നു.
സിനിമ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നോ? ഒരു ആക്ഷൻ സിനിമ കണ്ട ഒരു അനുഭവം തന്നെ ഉണ്ടായിരുന്നോ? നല്ലപോലെ ആയിരുന്നോ? ഈ ഒരു ടൈപ്പിൽ വരുന്ന സിനിമകൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അഭിനയിച്ചിരിക്കുന്ന ആളുടെ അഭിനയവും സിനിമയുടെ മേക്കിങ്ങുമാണ് ഓരോന്നിനെയും വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.